അപ്പോൾ അച്ഛൻ പച്ചക്കറി കടയിൽ നിന്ന് വന്നപ്പോൾ കുറേ പച്ചക്കറികൾ തോരൻ വെച്ചൊക്കെ തീർന്നു. അപ്പോൾ ദാ ബാക്കി ഒരു മത്തൻ കിടന്നു. ഇത് വെച്ച് എന്ത് കറി ഉണ്ടാക്കാം? ഈസി ആയിട്ട് ഒരു മത്തൻ കറി ഉണ്ടാക്കുന്ന റെസിപ്പി ഞാൻ പറഞ്ഞുതരാം. മത്തൻ കറി മത്തനിട്ട് നമ്മൾ നന്നായിട്ട് ഒന്ന് വെട്ടി കഴുകി വൃത്തിയാക്കി ഒന്ന് വേവിക്കാൻ വെക്കണം. അതിൻ്റെ കൂടെ ചെറിയൊരു സവാളയും പച്ചമുളകും ഇട്ട് നല്ല രീതിയിൽ വേവിക്കണം. വെന്ത് വരുമ്പോൾ നമ്മുടെ തേങ്ങയും പിന്നെ മഞ്ഞപ്പൊടിയും ജീരകവും വെളുത്തുള്ളിയും കൂടി ഇട്ട് നല്ല പോലെ അരച്ച് ഇതിലേക്ക് ഒഴിക്കണം കേട്ടോ. നല്ല ക്രീമി ആയിട്ടുള്ള കറിയാണ്. പിന്നെ കടുവറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ നല്ല ക്രീമി ആയിട്ടുള്ള കറിയാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഇതാ ബീട്രൂട്ട് തോരനുണ്ട്, വങ്കടക്കറിയുണ്ട്, നമ്മുടെ അടിപൊളി പുളിമുളക്, ചെറിയ മത്തി പുളിമുളക് വെച്ചതും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി നമുക്ക് ഉച്ചയോടെ കഴിക്കാം. അപ്പോൾ ഈ മത്തിക്കറിക്ക് ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ തിളച്ച് കഴിയുമ്പോഴത്തേക്കും കുറച്ച് ഉലുവാപ്പൊടി അതിലൂടെ ഇട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കണം കേട്ടോ. അപ്പോൾ ഈ മത്തിക്കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ദാ നല്ല ബീട്രൂട്ട് തോരനും നല്ല പുളിമുളക്, അപ്പോൾ അതിലുള്ള മറ്റേ കൊച്ചുള്ളിയില്ലേ, കൊച്ചുള്ളിയും പിന്നെ മത്തൻ്റെ കുറച്ച് ഗ്രേവിയും ഈ ഒരു കഷ്ണം മീനും ചെറിയ രീതിയിൽ ഇട്ടിട്ട് ഒന്ന് കുഴയ്ക്കണം കേട്ടോ. നല്ല വൃത്തിക്ക് കുഴയ്ക്കണം. അപ്പം നന്നായിട്ട് വെന്ത് പോകാത്ത ചോറും കൂടെ ആയിരിക്കണം കേട്ടോ. ഇതെല്ലാം കൂടെ കുഴച്ച് എൻ്റെ പൊന്നോ, ഉച്ച സമയത്ത് നല്ലതായിട്ട് കുളിച്ചിട്ടൊക്കെ വന്നിട്ട് ഈ ഒരു പിടി ചോറ് അങ്ങോട്ട് വായിൽ വെക്കണം. പിന്നെ എൻ്റെ പൊന്നോ, എന്ത് ടേസ്റ്റ് ആയിരിക്കും അല്ലേ, അടിപൊളിയായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണ് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.